ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കുറച്ചായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ലായിരുന്നു. നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഷോർട്സ് നമ്മൾ ഇടാറുണ്ട്, പക്ഷേ വീഡിയോസായിട്ട് ലോങ് വീഡിയോസായിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ചായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാഞ്ഞത് കേട്ടോ. ഞാനിതുവരെ കൊണ്ട് നടന്നിരുന്നതൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നമുക്കിത് റീസ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഞാൻ ചിടുമോന് വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിന് കുറച്ച് അവന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അവൻ തന്നെയാണ് കേട്ടോ കൊണ്ട് വാങ്ങുന്നതും പൊട്ടിക്കുന്നതും അത് തുറക്കുന്നതും. അവൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്, അതിങ്ങനെ കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അവന് പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഇതിന് മെയിനായിട്ടുള്ളത് കേട്ടോ. അത് 2 ബുക്കായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ആദ്യത്തെയാണ് ഈ ഒരു ബുക്ക്. ഇത് ബാറ്ററി വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൽ 1 ABCD അതുപോലെ 1 ലെറ്റേഴ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെ അനിമൽസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സൗണ്ട് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സൗണ്ട് ഓരോന്നും നമ്മളിങ്ങനെ നെക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഉപകാരമാണ് കേട്ടോ. ഈ പഠിച്ച് വരുന്ന കുട്ടികൾക്കൊക്കെ ഓരോ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഒരു ഉപകാരമുള്ള സാധനം തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് മുന്നേ വാങ്ങിയിട്ടുള്ളതാണ്, ഇപ്പോഴാണ് നമ്മൾ വീഡിയോ ഇടുന്നതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത് വന്നിട്ടുള്ള ബുക്ക്. ഇതൊരു മാജിക് ബുക്കാണ്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പെന്നും വരുന്നുണ്ട്. ഇതിൽ നമ്മൾ എഴുതി കൊടുത്താൽ അത് തനിയെ തന്നെ വായിഞ്ഞു പോകും കേട്ടോ. പിന്നെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഒന്നും കൂടെ ഉപകാരമുള്ളതാണ് കേട്ടോ. എത്ര തവണ വേണമെങ്കിലും ഇങ്ങനെ കുട്ടികളെ എഴുതി പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ 4 ബുക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പെന്നും വന്നിട്ടുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാമെന്ന് എൻ്റെ കയ്യിൽ വെച്ചിട്ട് കാണിച്ചു തന്നാൽ ഇത് ശരിക്കും കാണിക്കാൻ പറ്റില്ല എന്ന് എഴുതിയിട്ടാണ് കേട്ടോ സെപ്പറേറ്റ് ആയിട്ടൊന്ന് കാണിച്ചു തരുന്നത്. 10 ഫില്ലർ വരുന്നുണ്ട് കേട്ടോ ഇതിൽ. പിന്നെ ഇതാണ് 4 ബുക്ക് വരുന്നത്. ആൽഫബറ്റ്സ്, ഡ്രോയിങ്, മാത്സ്, നമ്പറിങ്, ഇങ്ങനെ 4 ബുക്കായിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിൽ നമുക്ക് കണ്ടോ ഇങ്ങനെ എഴുതാനുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ഈ പെന്ന് വെച്ചിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക. അത് തനിയെ തന്നെ മാഞ്ഞു പോകും കേട്ടോ. ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചാൽ തന്നെ മാഞ്ഞു പോകും. പിന്നെ ഇതിൽ 0 to 1 വരെയാണ്, 10 വരെയാണ് കേട്ടോ ഇതിലുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ നമുക്ക് വായിച്ച് കൊടുക്കാനും പിന്നെ ചില ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട് കേട്ടോ. സൈഡിൽ ഒരു ഭാഗത്ത് നമ്പേഴ്സും മറ്റു ഭാഗത്ത് ആക്ടിവിറ്റീസും ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റും, എഴുതി പഠിക്കാനും പറ്റും കേട്ടോ. ഒരു വട്ടം തന്നെ നമ്മൾ എഴുതിയാൽ അതിന് മേലെ പിന്നെയും എഴുതിയിട്ട് അവർക്ക് പഠിക്കാനും പറ്റും. പിന്നെ അവസാനത്തിൽ 100 വരെയുള്ള നമ്പറും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് മാത്സ് ആണ്. മാത്സ് അതിൽ പ്ലസ് മൈനസ് അതൊക്കെ ഉണ്ട്. പിന്നെ അത് ആൽഫബറ്റ്സ് ആണ്. ആൽഫബറ്റ്സിൽ എല്ലാ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഉണ്ട്. അതുപോലെ തന്നെ സൈഡിലായിട്ട് വെജിറ്റബിൾസിൻ്റെയും പിന്നെ അതുപോലെ ഫ്രൂട്ട്സ്, ബേർഡ്സ്, അതിൻ്റെയൊക്കെ പേരും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഡ്രോയിങ് ബുക്കാണ്. ഇതിൽ നമുക്ക് വരച്ച് പഠിക്കാനാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതിന്മേൽ കൂടെ ഇങ്ങനെ വരച്ചിട്ട് പഠിക്കാം കേട്ടോ. അങ്ങനെ 4 ബുക്കാണ് കേട്ടോ നമുക്കിതിൽ വരുന്നത്. നമ്മൾ ആദ്യം എഴുതിയത് മാഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ രണ്ടാമത് പിന്നെ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ വന്നിട്ടുള്ള ബുക്ക് ഇതായിരുന്നു കേട്ടോ. ഇതിൽ അതിൻ്റെ ബാക്കിലൊന്നും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ അങ്ങനെ നെക്കി കൊടുത്താൽ ഓരോന്നും സൗണ്ട് ഉണ്ടാവും കേട്ടോ. അതിൻ്റെ സൈഡിലായിട്ട് മേലെ കണ്ടോ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്. നമുക്ക് സൗണ്ട് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ പെന്നുണ്ട്. അത് വെച്ചിട്ട് അതിൻ്റെ സൈഡിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ഷട്ട് ഡൗൺ ബട്ടൺ പോലെ ചെറിയൊരു ബട്ടൺ ഉണ്ട്. അതാണ് നമ്മൾ ഓഫ് ആക്കുന്നതും ഓൺ ആക്കുന്നതും. അതിൻ്റെ അടുത്തായിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അതുപോലെ ഇങ്ങനെ നെക്കി കൊടുത്താൽ ഓരോന്നും എവിടെ ഇതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊന്നും കൂടി ഇതാണ്. ഇത് പിന്നെ പാട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ കുറച്ച് കുട്ടികൾക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കുറേ പാട്ടുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഓരോന്നിലും നമ്മൾ ഓരോ ദിവസവും ആ കയ്യിൻ്റെ ആ ബട്ടൺ ഇങ്ങനെ നെക്കി കൊടുത്താൽ ഓരോ പേജും മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു കേട്ടോ. ഇത് പിന്നെ കുറച്ച് മുന്നേ വാങ്ങിയിട്ടുള്ളതാണ്. ഇതെല്ലാം ഞാൻ ഒരുപാട് ഉപകാരമായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്താൽ ഒന്നും കൂടെ നല്ല ബെറ്ററായിട്ട് അവർക്ക് പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.